What are the essentials of a tort? Or explain the maxim injurious sine damno and damnum sine injuria. The plaintiff who claims compensation from the defendant for a tort should establish the following three essential conditions. അതായത് ടോട്ടിൻ്റെ പ്രധാന ഘടകങ്ങൾ, ഒരു ടോട്ട് കേസ് വിജയിക്കാൻ ആവശ്യമായുള്ള 3 പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ, ദെയർ മസ്റ്റ് ബി എ റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ ഡിഫൻഡൻറ്റ്. അതായത് തെറ്റായ പ്രവൃത്തിയോ ഒഴിവാക്കലോ ഉണ്ടായിരിക്കണം ഈ ഡിഫൻഡൻറ്റിൻ്റെ ഭാഗത്ത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഒരാൾ മറ്റൊരാളെ അനാവശ്യമായി ഒരു കാര്യമില്ലാതെ പോയി അടിക്കുക. അടുത്തത്, ദ റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷൻ ഷുഡ് ബി കോസ്റ്റ് ലീഗൽ ഡാമേജ് ടു ദ പ്ലെയിൻറ്റിഫ്. അതായത് പ്ലെയിൻറ്റിഫിൻ്റെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്തിരിക്കണം. മൂന്നാമത്തെ, ദർ ഷുഡ് ബി എ ലീഗൽ റെമഡി ഇൻ ദ ഫോം ഓഫ് ആൻ ആക്ഷൻ ഫോർ ഡാമേജ്. അതായത് ഈ പരാതി കൊടുത്ത ആളുണ്ടല്ലോ, ആ പരാതിക്കാരന് നഷ്ടപരിഹാരം കിട്ടാനുള്ള എന്തെങ്കിലും ഒരു നിയമം അതിനകത്ത് ഉണ്ടായിരിക്കണം. റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷൻ. In law of tort, the defendant will be held liable only if he has done a wrongful act or omission. It is to be proved that the defendant has done some act which he was not expected to do, or he has omitted to do something which he was supposed to do. The defendant should have violated the duty fixed by law. ഈ റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷൻ എന്ന് പറയുമ്പോൾ തെറ്റായ പ്രവൃത്തി അല്ലെങ്കിൽ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക. ഒരു ആളെ ടോട്ടിൽ കുറ്റക്കാരനാക്കാൻ അവൻ തെറ്റായ ഒരു പ്രവൃത്തി ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കണം, എങ്കിലേ ടോട്ടിൽ കുറ്റക്കാരനാകത്തുള്ളൂ. അതായത് നിയമം ആവശ്യപ്പെട്ട ഒരു കാര്യം അവൻ പാലിച്ചില്ലെങ്കിൽ അവൻ ടോട്ടിൽ കുറ്റക്കാരനാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പം, എ ഈസ് അണ്ടർ എ ഡ്യൂട്ടി നോട്ട് ടു ഡിഫെയിം ബി ഓർ എനി അതർ പേഴ്സൺ ഇഫ് എ പബ്ലിഷസ് എ ഡിഫാമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് against B. The act of A is a wrongful act and is a tort. B can claim compensation. അതായത് എ എന്ന വ്യക്തി ബിയെ ഒന്നും ചെയ്യാന്ന് വെച്ചാൽ അപകീർത്തിപ്പെടുത്തരുത് എന്നാണ് പറഞ്ഞത്. ബട്ട് എ ബിയെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ എഴുതിയിട്ട് അത് പബ്ലിഷ് ചെയ്തു. അപ്പം ഇതൊരു തെറ്റായ കാര്യമായതുകൊണ്ട് ബിക്ക് കോമ്പൻസേഷൻ ആവശ്യപ്പെടാം. ഇതിൻ്റെ ഒരു കേസ് ലോ ആണ് പറയുന്നത് ഗ്ലാസ്ഗോ കോർപ്പറേഷൻ വേഴ്സസ് ടൈലർ. അത് 1922 കേസാണ്. ആ കേസ് പറയുന്നത് വെച്ചാൽ, ദ ഡിഫൻഡൻറ്റ് കോർപ്പറേഷൻ വിച്ച് മെയിൻറ്റെയിൻ എ പബ്ലിക് പാർക്ക് ഫെയിൽഡ് ടു പുട്ട് പ്രോപ്പർ ഫെച്ചിങ് ടു കീപ് ദ ചൈൽഡ് എവേ ഫ്രം എ പോയ്സണസ് ട്രീ. എ ചൈൽഡ് പ്ലഗ്ഡ് ആൻഡ് എയ്റ്റ് ദ ഫ്രൂട്ട് ഓഫ് ദ പോയ്സണസ് ട്രീ ആൻഡ് റിസൾട്ടഡ് ഇൻ ഹിസ് ഡെത്ത്. The court held that the corporation was liable for such omission. അതൊരു നെഗ്ലിജൻസ് ആണ്. അതായത് ഒരു പബ്ലിക് പാർക്കിൽ ഒരു വിഷമരം ഉണ്ടായിരുന്നു. പക്ഷേ ആ മരത്തിന് ചുറ്റും മതിൽ ഈ കോർപ്പറേഷൻകാർ കെട്ടിയിട്ടില്ല. അപ്പോൾ ഒരു കുട്ടി അതിലെ ഫ്രൂട്ട് എടുത്ത് കഴിച്ചു, എന്നിട്ട് ആ കുട്ടി അങ്ങ് മരിച്ചുപോയി അതിൻ്റെ വിഷം കാരണം. അപ്പോൾ കോർട്ട് പറഞ്ഞു, പബ്ലിക് പാർക്ക് നോക്കേണ്ട ഉത്തരവാദിത്തം ഈ കോർപ്പറേഷനുണ്ട്. അപ്പോൾ അവരത് കൃത്യമായിട്ട് ചെയ്യാത്തതുകൊണ്ട് കോർപ്പറേഷൻ അതിൽ കുറ്റക്കാരനാണ് അവർ. അടുത്തത്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി വേഴ്സസ് ശുഭാഗന്ധി. അത് AIR 1966 SC 1750. എ ക്ലോക്ക് ടവർ വാസ് ഇൻ ദ കൺട്രോൾ ഓഫ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി. ഇറ്റ് ഫെയിൽഡ് ടു കീപ് ദ ക്ലോക്ക് ടവർ ഇൻ പ്രോപ്പർ റിപ്പയർസ് ആൻഡ് റിസൾട്ടഡ് ഇൻ ദ falling of the same and death of a number of persons. It was held that the corporation was liable for its omission to take the due care in the matter. അതായത് ഡൽഹിയിലെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്, കുറേ വർഷം പഴക്കമുള്ള. അത് പ്രോപ്പറായിട്ട് ഡൽഹി മുനിസിപ്പാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ല. അപ്പോൾ ഒരു ദിവസം ആ ക്ലോക്ക് പൊളിഞ്ഞ് താഴെ വീഴുകയും കുറേ ആൾക്കാരുടെ അത് മുകളിൽ വീണ് മരിച്ചു. ക്ലോക്ക് ടവർ ഒന്ന് വീണ് മരിച്ചു. അപ്പം ഇത് കോടതിയിൽ പോയപ്പോൾ കോടതി പറഞ്ഞു, ഇത് മുനിസിപ്പാലിറ്റി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പം അവരിതിൽ ലയബിളാണ്. അടുത്തത്, ദ റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷൻ മസ്റ്റ് ബി അഗെയിൻസ്റ്റ് ലോ. ഇഫ് ദെയർ ഇസ് ഓൺലി മോറൽ റോങ് ദെയർ ഇസ് നോ ടോട്ടസ് ലയബിലിറ്റി. ടു ഇല്ലുസ്ട്രേറ്റ് ദിസ് പോയിൻറ്റ് ടേക്ക് ദ ഫോളോയിങ് എക്സാമ്പിൾസ്. അതായത് ഒരു റോങ് ടോട്ടിൽ ആകണമെങ്കിൽ, ഒരു തെറ്റ് ടോട്ടിൽ ആകണമെങ്കിൽ ഒരു തെറ്റായ പ്രവൃത്തി നിയമത്തിൽ
നിയമവിരുദ്ധമായി നടന്നിരിക്കണം. അതായത് ഒരു ടോട്ടിൽ തെറ്റായ നിയമവിരുദ്ധം നടന്നാലേ അതൊരു ടോട്ടാവത്തുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ A failed to help a starving man. It is only a moral wrong. No tortoise liability arose from his omission. It is because there is no duty on A to give food to a starving man. അതായത് A ഒരു ദിവസം ഒരാളെ ഫുഡ് നൽകി ഹെൽപ്പ് ചെയ്തില്ല. ഇതൊരു ഒരു മോറൽ റോങ് ആണ്. അതായത് മനസാക്ഷിക്കെതിരെയുള്ളൊരു തെറ്റ്. ബട്ട് എയ്ക്ക് നിയമപരമായി ഭക്ഷണം കൊടുക്കാൻ ഒരു ബാധ്യതയുമില്ല. അതുകൊണ്ട് എയ്ക്ക് ഇതിൽ ശിക്ഷയൊന്നും കിട്ടത്തില്ല. പക്ഷേ ഇപ്പോൾ ഇത് ഭക്ഷണം കൊടുക്കണമെങ്കിൽ അത് ഒരു ടോട്ടിൻ്റെ അണ്ടറിൽ വരും. ഇത് പക്ഷേ അത് പറഞ്ഞിട്ടില്ല ഇതിൽ. അടുത്ത രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ A who knows swimming failed to save the life of a drowning child. It is only a moral wrong and these arises no liabilities. It is because there is no duty on A to save the life of a drowning man. അതായത് A ഒരു ദിവസം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നപ്പം ഒരു കുട്ടി മുങ്ങിപ്പോകുന്നത് കണ്ട്. അപ്പം A അതിനെ രക്ഷിച്ചില്ല. കാര്യം A പറയുന്നത് വെച്ചാൽ Aക്ക് അതിൽ ഒരു ലയബിലിറ്റി ഇല്ല, ഒരു ലീഗൽ ലയബിലിറ്റി ഇല്ല. കാര്യം Aക്ക് വേണമെങ്കിൽ രക്ഷിച്ചാൽ മതി. ഇതൊരു മോറൽ റോങ്, അതായത് മനസാക്ഷിക്കെതിരെ ചെയ്യുന്നൊരു മോറൽ റോങ്, അല്ലാതെ ഇത് എയുടെ ഡ്യൂട്ടി അല്ല. അപ്പോൾ Aക്ക് ഇതിൽ പണിഷ്മെൻറ്റ് കിട്ടത്തില്ല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ദാറ്റ് there was legal duty to help the starving man or to save the life of a drowning man, then tortoise liability may arise. അതായത് ആ വിശന്ന് കിടക്കുന്ന ആൾക്ക് ആഹാരം കൊടുക്കാനോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ആ മുങ്ങി മരിക്കുന്ന വ്യക്തിയെ രക്ഷിക്കാനോ ഇയാളുടെ ഡ്യൂട്ടി അതാണെങ്കിൽ, അത് അയാൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇത് ടോട്ടിൻ്റെ അണ്ടറിൽ വരും. ഇത് അടുത്തത് ഇഞ്ചുറി സൈം ഡാമിനോ എന്ന് വെച്ചാൽ ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ്. അതായത് ഇഞ്ചറി കാണത്തില്ല, പക്ഷേ ഡാമേജ് കാണും. ഇല്ലെങ്കിൽ ഇതിന് നമ്മൾ വേറൊരു രീതി അറിയപ്പെടും വയലേഷൻ ഓഫ് റൈറ്റ് വിത്തൗട്ട് ഡാമേജ് ഓർ ലോസ്. ഇത് എന്ന് വെച്ചാൽ അണ്ടർ ലോ ഓഫ് ടോട്ട് ദ ഡിഫൻഡൻറ്റ് വുഡ് ബി ലയബിൾ ഓൺലി വെൻ ഹി ബൈ ഹിസ് പോസിറ്റീവ് ആക്ട് ഓർ ഒമിഷൻ ടു ആക്ട് ഹാസ് വയലേറ്റഡ് ദ റൈറ്റ് ഓഫ് ദ പ്ലെയിൻറ്റിഫ്. Tortoise liability arises only when there is a breach of duty owed to the plaintiff. That is, when there is a violation of the right of the plaintiff. If there is no violation of legal right, there can be no action under the law of tort. If there is violation of legal rights, the defendant is liable to pay compensation to the plaintiff even though the plaintiff has not suffered any loss. This principle is expressed in the maxim injuria sine damno. അതായത് ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ് എന്ന് വെച്ചാൽ ഡാമേജ് ഉണ്ട് പക്ഷേ ഇഞ്ചുറി ഇല്ല. ഇഞ്ചുറിയ മീൻസ് ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് എ റൈറ്റ് കൺഫേർഡ് ബൈ ലോ ഓൺ ദ പ്ലെയിൻറ്റിഫ്. ഡാംനം മീൻസ് ലോസ് ഓർ ഡാമേജ്. ഇഞ്ചുറിയ സൈൻ ഡാംനോ മീൻസ് വയലേഷൻ ഓഫ് എ ലീഗൽ റൈറ്റ് വിത്തൗട്ട് കോസിങ് എനി ഹാം, ലോസ് ഓർ ഡാമേജ് ടു ദ പ്ലെയിൻറ്റിഫ്. ഞാൻ പറഞ്ഞ സെയിം സംഭവം തന്നെ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ആഷ്ബി വേഴ്സസ് വൈറ്റ് കേസ്. അത് 1703 നടന്നതാണ്. ദ പ്ലെയിൻറ്റിഫ് വാസ് എ ക്വാളിഫൈഡ് വോട്ടർ അറ്റ് എ പാർലമെൻ്ററി ഇലക്ഷൻ. പാർലമെൻ്ററി ഇലക്ഷനിൽ ഇതിലെ പ്ലെയിൻറ്റിഫ്, അതായത് കേസ് കൊടുത്ത ആൾ പ്ലെയിൻറ്റിഫ്, പുള്ളിക്കാരൻ ഒരു ക്വാളിഫൈഡ് വോട്ടറായിരുന്നു. ഹി വാസ് നോട്ട് അലൗഡ് ടു കാസ്റ്റ് ഹിസ് വോട്ട് ബൈ ദ ഡിഫൻഡൻറ്റ്. ഈ ഡിഫൻഡൻറ്റ് ഈ പ്ലെയിൻറ്റിഫിനെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. ഈ ഡിഫൻഡൻറ്റ് ഒരു റിട്ടേണിംഗ് ഓഫീസറായിരുന്നു. നോ ലോസ് വാസ് സഫേർഡ് ബൈ സച്ച് refusal because the candidate for whom the plaintiff wanted to vote won in spite for wrongful act of the defendant. അതായത് ഈ പ്ലെയിൻറ്റിഫ് വോട്ട് ചെയ്യാൻ വന്ന ആൾ ഓൾറെഡി ജയിച്ചു, അതിന് അല്ലാതെ വേറെ ഡാമേജ് ഒന്നുമില്ല. പക്ഷേ ദ കോർട്ട് അപ്ലൈഡ് ദ മാക്സിം ഇഞ്ചുറി സൈൻ ഡാമിനോ ആൻഡ് ഹെൽഡ് ദാറ്റ് ദ പ്ലെയിൻറ്റിഫ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു നോമിനൽ ഡാമേജസ്. അതായത് കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റേ ആൾ ജയിച്ചെങ്കിലും ഈ നമ്മുടെ പ്ലെയിൻറ്റിഫിൻ്റെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്തേക്കുക. അപ്പം ഇത് ഇഞ്ചുറി സൈൻ ഡാമിനോൻ്റെ അണ്ടറിൽ വരും. അടുത്തത് ഭീംസിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ജമ്മു കാശ്മീർ. അതിനകത്ത് പറയുന്നത് ദ പെറ്റീഷണർ, അതായത് ഈ പരാതി കൊടുത്ത ആൾ, എ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഒരു മെമ്പറായിരുന്നു. was wrongfully detained by the police while he was going to attend the
അസംബ്ലി സെഷൻ, അതായത് പോലീസുകാർ ഇയാളെ ഡിറ്റെയിൻ ചെയ്ത് ഇയാൾ ഈ അസംബ്ലി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഹി വാസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ മജിസ്ട്രേറ്റ് വിത്തിൻ 24 hours. അതായത് ഇപ്പം നമ്മൾ ഒരാളെ പിടിച്ചാൽ അയാളെ നമ്മൾ മജിസ്ട്രേറ്റിന് മുമ്പ് 24 മണിക്കൂറിന് മുമ്പേ ഹാജരാക്കണമെന്നുണ്ട്. പക്ഷേ ഇവരത് ആക്കിയില്ല. ആസ് എ കോൺസിക്വൻസ് ഓഫ് ദിസ്, ദ മെമ്പർ വാസ് deprived of his constitutional right to attend the assembly section and his fundamental right to be produced before the magistrate within 24 hours. അതായത് മജിസ്ട്രേറ്റ് മുന്നേ 24 മണിക്കൂർ മുമ്പേ ഹാജരാക്കിയതുമില്ല, അയാളുടെ ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യുകയും ചെയ്തു. ദ സുപ്രീം കോർട്ട് അവാർഡഡ് ടു ഹിം ₹50,000 ബൈ വേ ഓഫ് കോൺസിക്വൻ്റൽ റിലീഫ്. അതായത് കോൺസിക്വൻ്റൽ റിലീഫിൻ്റെ പേരിൽ സുപ്രീം കോടതി അയാൾക്ക് 50,000 രൂപ കൊടുക്കുകയും ചെയ്തു. ദസ് where there is injury, the plaintiff is entitled to damage or compensation even though the plaintiff has not actually suffered any damage or loss. The maxim injurious and damno embodies the principle. അതായത് അവിടെ ഡാമേജ് ഒന്നും സംഭവിച്ചില്ലെങ്കിലും അവിടെ ഇഞ്ചുറി ഒന്നും സംഭവിച്ചില്ലെങ്കിലും പുള്ളിക്കാരന് ഡാമേജ് സംഭവിച്ചു. അവിടെ പാർലമെൻറ്റ് അസംബ്ലിയിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പുള്ളിക്കാരന് പങ്കെടുക്കാൻ പറ്റിയില്ല. അതാണ് ഈ ഇഞ്ചുറിയസ് സൈൻ ഡാമിനോ എന്ന് പറയുന്നത്. അടുത്തത് ഡാംനം സൈൻ ഇഞ്ചുറിയ. ഡാംനം സൈൻ ഇഞ്ചുറിയ എന്ന് പറയുമ്പം ഈ ഡാമേജ് അല്ലെങ്കിൽ ലോസ് വിത്തൗട്ട് വയലേഷൻ ഓഫ് റൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇഞ്ചുറിയസ് സൈൻ ഡാമിനം പഠിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇഞ്ചുറി ഇല്ല, പക്ഷെ നമുക്ക് ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ലീഗൽ വയലേഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇഞ്ചുറി ഉണ്ട്, പക്ഷേ ഡാമേജോ ലീഗൽ വയലേഷനോ ഇതിനകത്ത് ഇല്ല. അതിൻ്റെ ഒരു ഫേമസ് കേസ് പറയുന്നതാണ് ഗ്ലോസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ്. എന്ന് വെച്ചാൽ ദ പ്ലെയിൻറ്റിഫ് വാസ് കണ്ടക്റ്റഡ് എ ഗ്രാമർ സ്കൂൾ. ഇതിലെ പ്ലെയിൻറ്റിഫ്, അതായത് കേസ് കൊടുത്ത ആൾ, ഒരു ഗ്രാമർ സ്കൂൾ നടത്തുന്ന വ്യക്തിയാണ്. ദ ഡിഫൻഡൻറ്റ് ഓപ്പൺ എ ന്യൂ സ്കൂൾ നെക്സ്റ്റ് ഡോർ ടു ദ പ്ലെയിൻറ്റിഫ് സ്കൂൾ. അതായത് ഈ പ്ലെയിൻറ്റിഫ് തുടങ്ങിയ സ്കൂളിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് ഈ ഡിഫൻഡൻറ്റും ഒരു സ്കൂൾ തുടങ്ങി. Majority of the students left the plaintiff school and joined in the defendant's new school. അതായത് പ്ലെയിൻറ്റിഫിൻ്റെ പഴയ സ്കൂളിൽ നിന്നും ഡിഫൻഡൻറ്റിൻ്റെ പുതിയ സ്കൂളിലേക്ക് പിള്ളേരെല്ലാം പെട്ടെന്ന് വന്ന് ചേർന്ന്. ദിസ് റിസൾട്ടഡ് ഇൻ ലോസ് ടു ദ പ്ലെയിൻറ്റിഫ്. അപ്പോൾ നമ്മൾ ഈ പരാതിക്കാരന് അയാൾക്ക് കുറേ നഷ്ടങ്ങളുണ്ടായി. ദ പ്ലെയിൻറ്റിഫ് ക്ലെയിംഡ് എ കോമ്പൻസേഷൻ ഫ്രം ദ ഡിഫൻഡൻറ്റ്. അപ്പോൾ നമ്മുടെ ഈ പ്ലെയിൻറ്റിഫ് ഈ ഡിഫൻഡൻറ്റിൻ്റെ ഒരു കോമ്പൻസേഷൻ വേണമെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്ത്. ദ കോർട്ട് ഹെൽഡ് ദാറ്റ് the plaintiff had no cause of action against the defendant because it was only a case of damnum sine injuria. അതായത് ജഡ്ജി പറഞ്ഞു ഇവിടെ അയാളുടെ ലീഗൽ റൈറ്റ് ഒന്നും വയലേറ്റ് ചെയ്തിട്ടില്ല ഈ പരാതിക്കാരൻ്റെ. ജസ്റ്റ് അയാൾക്ക് ഇഞ്ചുറീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, കാര്യം നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം there was no duty on the part of the defendant that a school should not be started near to the plaintiff school. അതായത് ഈ പ്ലെയിൻറ്റിഫിൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്ത ഡിഫൻഡൻറ്റ് സ്കൂൾ തുടങ്ങിയത് വലിയ കാര്യമൊന്നുമല്ല. ഈ പ്ലെയിൻറ്റിഫിന് ഈ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അയാളുടെ ലീഗൽ റൈറ്റ്സ് ഒന്നും വയലേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്ത് നമ്മുടെ ഡിഫൻഡൻറ്റ് കുറ്റക്കാരനല്ലെന്ന് കോടതി പറഞ്ഞു. ഇതാണ് ഗ്ലോസ്റ്റർ ഗ്രാമർ സ്കൂൾ കേസ്. ഇതൊരു ഫേമസ് കേസാണിത്.